ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേജ്രിവാൾ വന്നത് തന്നെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഒരു ചൂല് കൊണ്ട് എല്ലാത്തിനെയും അങ്ങേർക്കങ്ങ് ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പിന്നീടാണ് ശരിക്കയാൾ ആരാണ് എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി തന്നത്. മമതാ ബാനർജിയുടെ കൂടെ കൂടി കുറെ കാലം മീഡിയകളിൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയോട് പഠിച്ച സർട്ടിഫിക്കറ്റും ചോദിച്ച് വെല്ലുവിളിച്ചിരുന്നു. ഒടുവിൽ അഴിമതി വീരൻ, സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്ത നേതാവ്, അദ്ദേഹത്തിന്റെ വീടുണ്ടാക്കിയത് എത്ര കോടികളാണെന്ന് നമ്മൾ കണ്ടവരാണ്. ചെരുപ്പിടാതെ അല്ലെങ്കിൽ 250 രൂപയുടെ ചെരുപ്പുമിട്ട് സാധാരണക്കാരനെ പോലെ തറയിൽ ചമ്രം പടിഞ്ഞ് ചോറ് തിന്നുന്ന, വീട്ടിൽ നിന്ന് വട്ടപാത്രത്തിനകത്ത് ടിഫിൻ കൊണ്ടുവന്ന് ലോകത്തിന് മാതൃകയായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നൊക്കെ വേഷം കെട്ടി നോക്കി. അമിത വിനയം ആര് കാണിച്ചാലും ശരി സൂക്ഷിക്കുന്നത് നല്ലത്. കാരണം അമിത വിനയം കാണിക്കുന്നത് കാപഠ്യമാണ്. നമ്മളെ ചതിക്കാനുള്ള ഊരാക്കുടുക്കവരുടെ കയ്യിലുണ്ടാകും. അമിതമായ വിധേയത്വം, അമിതമായ ആരാധന, സ്നേഹം, ബഹുമാനം, നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിപ്പിക്കുന്ന ആളുകളെ ഒരടി ദൂരെ നിർത്തിക്കോ. കാരണം ആ സ്നേഹത്തിന് പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആരാണിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധം തീർത്ത് നിൽക്കുന്നത് ശത്രുപക്ഷത്ത്? ഒരു കാലത്ത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ്, ഒരുപാട് വിശ്വസിച്ചിരുന്നവരാണ്, നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. അതെ, അതുകൊണ്ട് ഒരുപാട് വിനയവും വിധേയത്വവും കടപ്പാടും രാജ്യത്തോട് സ്നേഹവും ഇന്ത്യയിലെ ഓരോ പൗരന്മാരോടുമുള്ള കടമകളുമൊക്കെ വിശദീകരിച്ച് വാനോളം പൊക്കിയപ്പോൾ രാഷ്ട്രീയം എന്താണ് എന്ന് ശരിക്ക് ഇഴകീറി പരിശോധിച്ച പരിജ്ഞാനമുണ്ടായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് മനസ്സിലായി, കാളവാല് പൊക്കുന്നത് ഒന്നിനോ രണ്ടിനോ ഒന്നും. ഒരിക്കലും ഇന്ദ്രപ്രസ്ഥം നരേന്ദ്രമോദിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നായിരുന്നു കേജ്രിവാൾ വെല്ലുവിളിച്ചത്. ഈ ജന്മത്തിൽ നരേന്ദ്രമോദിയെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥം പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനൊന്നും നരേന്ദ്രമോദി നിന്നിട്ടില്ല. അതിൻ്റെ പകരം ഒരു മറുപടി പ്രസംഗം ചെയ്ത് ഒന്ന് വെല്ലുവിളിച്ച് കാണിച്ചു തരാൻ ഞാൻ, അതിനൊന്നും നരേന്ദ്രമോദി ഒരിക്കലും നിന്നിട്ടില്ല. അത്തരം റൗഡിസത്തിനൊന്നും നിൽക്കുന്ന ആളല്ല നരേന്ദ്രമോദി. നിങ്ങൾ പറയുക, ഞാൻ ചെയ്ത് കാണിക്കും. ഒരിക്കല് ഒരാള് ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ 2025 തീരുന്നതിനോടകം ഒരു റോൾസ് റോയ്സ് സ്വന്തമാക്കുമെന്ന്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് വന്നിട്ട് കമന്റ്സുകൾ എഴുതി, ആദ്യം റോൾസ് റോയ്സ് എന്ന് നന്നായിട്ടൊന്ന് പറയാൻ പഠിക്കുക, അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് എഴുതാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ മധുരമായിട്ട് അതിനൊരു കമന്റ് എഴുതി മറുപടി എന്നിട്ട് പിൻ ചെയ്ത് വെച്ചു. അയാൾ എന്നിട്ട് സ്റ്റാറ്റസുമാക്കിയത്, നീ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കി അതിൻ്റെ പിന്നാലെ പോകൂ, ഞാൻ റോൾസ് റോയ്സ് വാങ്ങാനുള്ള പദ്ധതിയുടെ പിന്നാലെ പോകട്ടെ. മനസ്സിലായോ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി അതിൻ്റെ പിന്നാലെ നടന്ന് അത് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ പിന്നാലെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാൻ 1000 പേര് വരുന്നുണ്ട്. 1000 പേര് നമ്മുടെ ഈ കാപഠ്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും നേരം വൈകിട്ടുണ്ടാകും. 1. 2, നമ്മൾ ആരുടെ പിന്നാലെയാണോ കുറ്റവും കുറവും നോക്കി മുന്നോട്ട് പോകുന്നത്, പിന്നാലെ പോകുന്നത്, അവര് ബഹുദൂരം മുന്നോട്ട് തന്നെയായിരിക്കും. അവർ അവരുടെ കർമ്മപഥങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പോലും വ്യതിചലിക്കാതെ അവരുടെ ഫോക്കസ് ഏരിയയിൽ അവരൊരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാനും ആർക്കും കഴിയില്ല. അങ്ങനെയാണ് നരേന്ദ്രമോദി. അദ്ദേഹം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോൾ പ്രതികരിക്കണം, ആർക്ക് മറുപടി പറയണം, എങ്ങനെ മറുപടി പറയണം, ആരോടാണ് വാക്കുകൾ കൊണ്ട് മറുപടി പറയേണ്ടത്, എപ്പോഴാണ് പ്രവൃത്തികൾ കൊണ്ട് മറുപടി പറയേണ്ടത്, ആർക്ക് എപ്പോൾ എങ്ങനെ എത്ര കൂച്ചു വിലങ്ങിടണം.
കൃത്യമായ രൂപത്തിൽ ഒരു സ്കെച്ച് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. നമസ്കാരം. ഫോട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അരവിന്ദ് കെജ്രിവാൾ 2023 ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് ഈ ജന്മത്തിൽ നരേന്ദ്രമോദിക്ക് ആം ആദ്മി പാർട്ടി കഴിയില്ല, വേണമെങ്കിൽ അടുത്ത ജന്മത്തിൽ ശ്രമിച്ചോളൂ എന്നാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഇതാണ് ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ച പ്രസ്താവനയും എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത ജന്മമൊന്നും വേണ്ടിവരില്ല, ഈ ജന്മത്തിൽ, അതായത് അടുത്ത വർഷത്തിൽ, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി ഇതാ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു ദില്ലിയിൽ എന്ന് കൃത്യം സംശയമൊന്നുമില്ലാതെ പറയാം. ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഉണ്ടെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ജന്മം ദില്ലിയിലായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഈറ്റില്യം, പവർ ഹൗസ് ഇതെല്ലാം തന്നെ ദില്ലി ആയിരുന്നു. ആ ദില്ലിയാണ് നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതാണ് ഓവറായിട്ട് ഒരാളുടെ ക്ഷമ നശിക്കുന്ന രൂപത്തിൽ അവരെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഒടുവിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടി കിട്ടിയിരിക്കും. ഈ ജന്മത്തിലെന്നല്ല, അടുത്ത ജന്മത്തിലും ഇന്ദ്രപ്രസ്ഥം എന്ന ഡൽഹി ക്യാപിറ്റൽ പിടിക്കാൻ ഒരിക്കലും നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് കെജ്രിവാൾ 8 നിലയിൽ നിന്ന് പൊട്ടിയിരിക്കുന്നു. നോക്ക്, എന്നിട്ട് പോലും അടിച്ചടത്ത് തന്നെ പിന്നെയും അടിക്കുക എന്ന സമീപനം നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടില്ല. അത് ജയിച്ചു കഴിഞ്ഞപ്പം അയ്യോ ഞാൻ ജയിച്ചേ നീ തോറ്റേ ഒന്നിനും നിന്നിട്ടില്ല. പ്രവർത്തിച്ച് കാണിക്കുക മാത്രമാണ് മോദി ചെയ്തത്. ചെയ്യപ്പെടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പതനത്തിലേക്ക് നയിച്ചത്. അതിൽ തീർച്ചയായും ഒന്നാമത്തേത് മറ്റൊന്നുമല്ല, മദ്യനയ അഴിമതി തന്നെയാണ്. ദില്ലിയെ ഒരു മദ്യം ഒഴുക്കുന്ന സംസ്ഥാനമാക്കി മാറ്റാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഴിമതിക്കെതിരെ സംസാരിച്ചിരുന്ന, മദ്യത്തിനെതിരെ സംസാരിച്ചിരുന്ന, ഗാന്ധിയൻ മാർഗങ്ങളെ കുറിച്ച് വാചാലനായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ദില്ലിയിൽ മദ്യം ഒഴുക്കുന്ന രീതിയിലുള്ള ഒരു മദ്യനയം സ്വീകരിച്ചത്? സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ മുമ്പിൽ മദ്യഷാപ്പുകൾ തുറക്കാനും പലതരത്തിലുള്ള മാനദണ്ഡങ്ങളിലും വലിയ ഇളവ് കൊടുക്കാനും മദ്യഷാപ്പുകളിൽ വിൽപ്പന ത്വരിതപ്പെടുത്താനായി ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്ന, ഒരു കുപ്പി വാങ്ങിയാൽ മറ്റൊരു കുപ്പി ഫ്രീ എന്നിങ്ങനെയൊക്കെയുള്ള വലിയ ഓഫറുകൾ അടക്കം സംസ്ഥാനത്തൊട്ടാകെ മദ്യം ഒഴുക്കുന്നതിനുള്ള ഒരു നയം അരവിന്ദ് കെജ്രിവാൾ സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ സംശയം ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു, ഈ മദ്യനയം അത്ര നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല നടത്തുന്നത് എന്നന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ മദ്യനയം പിൻവലിക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ. തീർച്ചയായും അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് എന്ന് അപ്പോൾ തന്നെ ജനങ്ങൾക്ക് തോന്നി. പക്ഷേ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിൽ ഒരു പരാതി വരുന്നു. ആ പരാതി ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് വിധേയമാക്കുന്നു. അപ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി അടങ്ങുന്ന വലിയ അഴിമതി കുംഭകോണം ഇങ്ങനെ പുറത്തു വന്നത്. തീർച്ചയായും അഴിമതിക്കെതിരെയും മദ്യത്തിനെതിരെയും സംസാരിച്ചിരുന്ന ഒരു പാർട്ടി മദ്യനയ അഴിമതി കേസിൽ മുങ്ങിയത് അവരുടെ ജനപിന്തുണ വല്ലാതെ ഇല്ലാതാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ തോൽവിയുടെ ഒന്നാമത്തെ കാരണം മദ്യനയം തന്നെയാണ്. രണ്ടാമത്തേത് മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ശീഷ് മഹൽ തന്നെയാണ്. ശീഷ് മഹൽ എന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഭവനമൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായ വസതിയാണ് ശീഷ് മഹൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഔദ്യോഗിക വസതി നിർമ്മിച്ചതിന്റെ പേരിൽ കേജ്രിവാൾ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൽ വലിയ അഴിമതിയുടെ സൂചനകൾ ഉണ്ട് എന്ന് AG ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. നന്ദി.